رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. قال العلامة الحافظ أبو زكريا النووي رحمه الله: باب تعظيم حرمات المسلمين. وعنها رضي الله عنها قالت: وعن عائشة رضي الله عنها قالت: إن كان رسول الله صلى الله عليه وسلم ليدع العمل وهو يحب أن يعمل به خشية أن يعمل به الناس فيفرض عليهم. متفق عليه. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു തുടങ്ങിയ അധ്യായം തന്നെയാണ് ബാബു തഅ്ലീമി ഹുർമാത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പവിത്രമായ കാര്യങ്ങളെ ആദരിക്കൽ എന്നതായിരുന്നു അധ്യായം. അവസാനമായിട്ട് നമ്മൾ വായിച്ചത് നമസ്കാരത്തിന്റെ തഖ്ഫീഫിനെ കുറിച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നമസ്കരിക്കുന്ന ആളുകളെ പരിഗണിച്ച് അവരോടുള്ള റഹ്മത്ത് കാണിച്ചുകൊണ്ട്, കരുണ കാണിച്ചുകൊണ്ട് ഇമാം നമസ്കാരം ചുരുക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അടുത്തതായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. അവർ പറയുന്നു: ഇൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയദഉൽ അമൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അമലുകൾ ഉപേക്ഷിക്കാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? വഹുവ യുഹിബ്ബു അൻ യഅമല ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ചെയ്യാൻ ഇഷ്ടമാണ്, എന്നാൽ പോലും ചില അമലുകൾ ഉപേക്ഷിക്കാറുണ്ടായിരുന്നു. ഖശ്യത അൻ യഅമല ബിഹി الناس ഫയുഫ്റദ അലൈഹിം, സഹാബത്ത് അത് പിന്തുടരുകയും അങ്ങനെ എല്ലാവരും അത് ചെയ്തു കഴിഞ്ഞാൽ അവസാനം അത് നിർബന്ധമായി മാറുകയും ചെയ്യുമോ എന്ന് പേടിച്ചിട്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോ ഈ പറഞ്ഞതിന്റെ ഉദാഹരണം നമുക്കറിയാം. റമദാൻ മാസത്തില് തറാവീഹ് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് നമസ്കരിച്ചു. അപ്പൊ കുറെ സ്വഹാബിമാര് പിന്നിൽ വന്ന് ജമാഅത്തായി നമസ്കരിച്ചു. പിറ്റേ ദിവസം ആള് കൂടി, അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ആള് കൂടി, അതുപോലെ നമസ്കാരത്തിന്റെ ദൈർഘ്യം കൂടി. 3 ദിവസം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ജമാഅത്തായി നമസ്കരിച്ചില്ല. കാരണം വിശ്വാസം വിശദീകരിച്ചത് അത് നിർബന്ധമാക്കുമോ എന്ന് ഞാൻ പേടിച്ചു. എല്ലാവരും നമസ്കരിച്ച് അവസാനം അത് നിർബന്ധമാണ് എന്ന നിലയിൽ ആളുകൾ കാണുമോ എന്ന് പേടിച്ചുപോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ. എന്നിട്ടും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഇപ്പോൾ തറാവീഹ് നമസ്കരിക്കാൻ കഴിയാത്തതായിട്ടുണ്ടാവുക? വളരെ കുറവായിരിക്കും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ. പക്ഷെ എന്നിട്ടും അങ്ങനെ സാധിക്കാത്ത ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറരുത് എന്ന് പരിഗണിച്ചുകൊണ്ട് അത് ഉപേക്ഷിക്കുകയുണ്ടായി. അടുത്ത ഹദീസ്, അതുപോലെ തന്നെ പല ഹദീസുകളിലും കാണാം ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. ലൗല അൻ അശുക്ക അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാഹ്, എന്റെ ഉമ്മത്തിന് പ്രയാസമില്ലായിരുന്നെങ്കിൽ ഓരോ നമസ്കാരത്തിനും സിവാക്ക്, പല്ല് തേക്കുന്നത് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു, അതിന് കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ wudu ചെയ്യുന്ന സമയത്ത് പല്ല് തേക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. എന്നാലും 5 നേരവും അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒഴിവാക്കി. അത് വാജിബാക്കുന്നത് ഒഴിവാക്കി, കൽപ്പിക്കുന്നത് ഒഴിവാക്കി. പക്ഷേ ഈ ഹദീസിൽ നിന്നും അതുപോലെ തന്നെ സമാനമായ നിരവധി ഹദീസുകളുണ്ട്. സിവാക്കിന്റെ ഫള്, പല്ല് തേക്കുന്നതിന്റെ ഫള് കാണിക്കുന്നതായിട്ട് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? നിർബന്ധമല്ലെങ്കിലും അത് നിർബന്ധത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സുന്നത്താണ്. കാരണം പ്രയാസമില്ലായിരുന്നെങ്കിൽ നിർബന്ധമാക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ മുഅക്കദത്തായ സുന്നത്താണ് സിവാക്ക്, പല്ല് തേക്കുക എന്ന് പറയുന്നത്. അടുത്ത ഹദീസ്, وعنها رضي الله عنها, عائشة رضي الله عنها തന്നെ പറയുകയാണ്, قالت نهاهم النبي صلى الله عليه وسلم عن الوصال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസാൽ വിലക്കി. എന്താ വിസാൽ എന്ന് പറഞ്ഞാൽ? നോമ്പ് തുടർച്ചയായിട്ട് നോൽക്കുക. ഒരു ദിവസം നോമ്പ് നോറ്റ് വൈകുന്നേരം മഗ്രിബാകുമ്പോൾ നോമ്പ് മുറിക്കാതെ അടുത്ത ദിവസം വീണ്ടും തുടരുക, രാത്രിയും പകലും നോമ്പ്. ഇതാണ് വിസാൽ എന്ന് പറയുന്നത്. ഇങ്ങനെ 2-3 ദിവസമൊക്കെ നോമ്പ് നിൽക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. റഹ്മത്തൻ ലഹും, അവരോടുള്ള കരുണ കൊണ്ട്. അത് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചിട്ട്. ഫഖാലു, അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, സ്വഹാബിമാര് പലരും അങ്ങനെ വിസാൽ ചെയ്തിരുന്നു. അവർക്ക് ഇബാദത്തിനോടുള്ള താല്പര്യം കൊണ്ട്. ഒരു ദിവസം നോമ്പ് നോറ്റ് നമ്മളൊക്കെ മഗ്രിബാവാൻ കാത്തിരിക്കായിരിക്കും, പക്ഷെ അവർക്ക് മഗ്രിബായിട്ടും പോരാ. അങ്ങനെ അവര് തുടർച്ചയായി നോമ്പ് നോറ്റിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയപ്പോൾ അവർ വീണ്ടും ചോദിക്കുകയാണ്, ഇന്നക തുവാസിൽ, നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ, വിസാൽ ചെയ്യുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വിസാൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തുടർച്ചയായി നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഇന്നി അബീതു, ഞാൻ രാത്രി കഴിച്ചു കൂട്ടുന്നുണ്ട്. യുത്ഇമുനി റബ്ബി വയസ്ഖീനി, എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്ന അവസ്ഥയിൽ. അപ്പൊ രാത്രി എനിക്ക് ഭക്ഷണവും വെള്ളവും കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ് ഉദ്ദേശം എന്ന കാര്യത്തിൽ
പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണവും പാനീയവും രാത്രി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതല്ല ഉദ്ദേശം, നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിയാമുൽ ലൈൽ, അതുപോലെ രാത്രിയിലുള്ള ദിക്ർ, ദുആ, അതൊക്കെയാണ് ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇതിലേതാണ് ശരി? ആദ്യം പറഞ്ഞാണോ രണ്ടാമത് പറഞ്ഞാണോ? രണ്ടാമത് പറഞ്ഞാണ്. കാരണം എന്താ പറയുന്നത്? ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വിസ്വാൽ എന്ന് പറയോ? ഇല്ലല്ലോ. രാത്രി ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വിസ്വാൽ ചെയ്യുന്നില്ല, രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നല്ലേ പറയാ. നിങ്ങൾ വിസ്വാൽ ചെയ്യരുത്, കാരണം എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നക തുവാസിൽ, താങ്കൾ വിസ്വാൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ലസ്തു കഹൈഅത്തിക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് പറഞ്ഞത്. അപ്പൊ വിസ്വാൽ ചെയ്യുന്നുണ്ട് എന്ന് നിഷേധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്വാൽ ചെയ്യാറുണ്ട്. അപ്പൊ ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ വിസ്വാൽ എന്ന് പറയുകയില്ല. അപ്പോ ദിക്ർ കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് ഒരാളുടെ ശരീരത്തിന് ശക്തി കിട്ടും എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിന് അവർ പല തെളിവുകളും പറഞ്ഞ് ആ കൂട്ടത്തിലൊരു തെളിവാണിത്. അതുപോലെ അവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു ദലീലാണ് രാത്രി കിടക്കാൻ പോകുമ്പോഴുള്ള ദിക്ർ. ആ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നിങ്ങൾ കേട്ടിരിക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു ഖാദിമിനെ വേണം, വീട്ടിലെ ജോലികൾ ചെയ്തിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, അപ്പൊ ഒരു പണിക്കാരൻ വേണമെന്ന് വന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക്, അതായത് അലിക്കും ഫാത്തിമാക്കും റളിയല്ലാഹു അൻഹുമ, ഒരു ഖാദിമിനേക്കാൾ നല്ല കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു വേലക്കാരനേക്കാൾ ഉപകാരമുള്ള കാര്യം. എന്നിട്ടാണ് ഈ ദിക്ർ പറഞ്ഞു കൊടുക്കുന്നത്. കിടക്കാൻ പോകുന്ന 33 പ്രാവശ്യം തസ്ബീഹ്, 33 പ്രാവശ്യം ഹംദ്, 33 പ്രാവശ്യം തക്ബീർ. അപ്പൊ ഒരു ഖാദിമ് വേണമെന്ന് പറയുമ്പോൾ ദിക്ർ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അർത്ഥം എന്താണ്? ചിലപ്പോൾ ഒരു ഖാദിമിനെ കൊണ്ടുള്ളതിനേക്കാൾ ഗുണം ഇതുകൊണ്ടുണ്ടാകും. അപ്പോ ഇത് പിന്നെ ബുദ്ധിപരമായും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഒരാള് ഒരു കാര്യം വളരെ താല്പര്യത്തോടെ ചെയ്യുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഭക്ഷണവും വെള്ളമൊക്കെ മറന്നുപോകും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ മറന്നുപോകും. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ ശർഹിൽ പറയുന്നുണ്ട്, ഇതിന് ഉദാഹരണമാണ് ഒരു താലിബുൽ ഇൽമ്, നല്ല ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ചിലപ്പോൾ വായിക്കാൻ തുടങ്ങിയാൽ ഭക്ഷണമൊക്കെ മറന്നുപോകും. രാവിലെ മുതൽ ചിലപ്പോൾ രാത്രി വരെ വായിച്ചു എന്ന് വരും. അതുപോലെ തന്നെ ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരും, കച്ചവടമൊക്കെ ആയിട്ട് തിരക്കിലായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യും? ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ മറക്കും. അവരെ കണക്ക് നോക്കി അവരുടെ പദ്ധതികളും പ്ലാനുകളൊക്കെ ചിന്തിച്ച് അങ്ങനെ ഭക്ഷണവും വെള്ളവും ഒക്കെ മറന്നു പോകാറുണ്ട്. അങ്ങനെ അസുഖം വരുന്ന ആൾക്കാരുണ്ട്, വെള്ളം കുടിക്കാഞ്ഞിട്ട് അസുഖം വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ശേഖ് ഇവിടെ പറയുന്ന ഒരു ഉദാഹരണം, ഒരു കഥ. ഒരാളെന്ത് ചെയ്തു? കച്ചവടത്തിൽ തിരക്കിലാണ്. അങ്ങനെ ഭാര്യയുമായിട്ട് സാധാരണ മനുഷ്യന്മാര് ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ഇയാൾ സംസാരിക്കാറില്ല, കൂടുതൽ അടുത്തിടപഴകാറില്ല. അപ്പൊ അയൽവാസി ഒരു മിസ്കീനാണ്. അവനാണെങ്കിൽ അവന്റെ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് നന്നായിട്ട് കളിയും തമാശയൊക്കെയാണ്. അപ്പൊ ഇത് കണ്ട് ഇവന്റെ ഭാര്യ പരാതി പറഞ്ഞു, നമ്മളെ അയൽവാസിന്റെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങളെ കച്ചവടം കൊണ്ട് നമ്മൾ കുടുങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾക്ക് തോന്നി ഇത് അപകടമാണ്, കുറച്ചുകൂടി കഴിഞ്ഞാല് പിന്നെ ഇയാളെ കാര്യത്തിൽ താല്പര്യമില്ലാതാകും ഭാര്യയ്ക്ക്, ചിലപ്പോൾ അവരുടെ ബന്ധം തകരാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ആ മിസ്കീനെ വിളിച്ചിട്ട്, ദരിദ്രനായ അയൽവാസിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണല്ലോ, പിന്നെ സാമ്പത്തികമായിട്ട് വളരെ മോശമായ അവസ്ഥയാണ്. അപ്പൊ അയാളോട് പറഞ്ഞു, ഞാൻ കുറച്ച് പണം തരാം, നീ കച്ചവടം തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സഹായിച്ചു. പിന്നെ പരാതി തീർന്നു എന്നാണ് പറയുന്നത്. അവനും തിരക്കിലായി, അയൽവാസിയും ഇതുപോലെ തിരക്കിലായി. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭക്ഷണവും വെള്ളമൊക്കെ മനുഷ്യൻ മറന്നുപോകും. ഒരു കവിത സാധാരണ അറബിയിൽ പറയാറുണ്ട്, ലഹ അഹദീസു മിൻ ദിക്റാക തശ്ഗലുഹ അനി ശറാബി വതുൽഹിഹ അനി സാദി. ഒരു പെണ്ണിനെ കുറിച്ച് പറയാൻ, അവൾക്ക് ഒരാളോട് പ്രേമമുണ്ട്. അപ്പോ ലഹ അഹദീസു മിൻ ദിക്റാക, നിന്നെ ഓർത്ത് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തശ്ഗലുഹ, ഈ ചിന്ത അവൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അനിഷറാബി, വെള്ളത്തിൽ നിന്ന്, വെള്ളം കുടിക്കാൻ പോലും സമയമില്ല. വതുൽഹിഹ അനിസാദി, അതുപോലെ എല്ലാ വിഭവങ്ങളിൽ നിന്നും അവളുടെ ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. അത് ഖൈറിലായാലും ഷെറിലായാലും വളരെ ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ മനുഷ്യൻ മുഴുകിയാൽ അവൻ ചിലപ്പോ അവന്റെ മറ്റു ഭൗതികമായ കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്ന് വരാം. അടുത്ത ഹദീസ്, അവിടെ ഈ ഹദീസിന്റെ നമ്മുടെ വിഷയവുമായുള്ള ബന്ധം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്വാൽ വിലക്കിയത് എന്തിനു വേണ്ടിയാണ്? റഹ്മത്തൻ ബിഹിം, അവരോടുള്ള റഹ്മത്ത് കൊണ്ട്, ആളുകൾ ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിച്ചിട്ട്. وعن أبي قتادة الحارث بن ربعي رضي الله عنه قال
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നി ലഅഖൂമു ഇല സ്വലാത്തി, ഞാൻ ചിലപ്പോൾ നമസ്കരിക്കാൻ നിൽക്കും, വ ഉരീദു അൻ ഉതവ്വില ഫീഹ, അല്പം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്. നമ്മൾ മനസ്സിലാക്കിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമസ്കാരത്തിൽ മിതമായ ദൈർഘ്യത്തോടുകൂടി പാരായണം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന്റെ അളവുകൾ നമ്മൾ പറഞ്ഞു, ചില സൂറത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്ന സൂറത്ത് സജ്ദ ഓതാറുണ്ട്, അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാൻ, അതുപോലെ വത്തൂർ മഗ്രിബിന് ഓതിയിട്ടുണ്ട്, വൽ മുർസലാത്ത് മഗ്രിബിന് ഓതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഹയാത്താക്കേണ്ട സുന്നത്തുകളാണ്. അതുപോലെ തന്നെ പിന്നെ പല സൂറത്തുകൾ നമസ്കാരത്തിൽ ഓതിയതായിരുന്നു. സൂറത്ത് മുഅ്മിനൂൻ ഫജ്റിന് ഓതിയത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ ഓതാറുണ്ട്. അപ്പൊ കുറച്ച് നീട്ടി ഓതാൻ ഒരിക്കൽ ഞാൻ വിചാരിച്ചു. ഫഅസ്മഉ ബുകാ അസ്സബിയ്യി, അപ്പോൾ കുട്ടികൾ കരയുന്നത് കേൾക്കും, ചെറിയ കുട്ടികൾ കരയുന്നത് കേൾക്കും. ഫഅതജവ്വസു ഫീ സ്വലാത്തി, ഞാൻ നമസ്കാരം വേഗത്തിലാക്കും. കറാഹിയത അൻ അശുഖ അല ഉമ്മിഹി റവാഹുൽ ബുഖാരി, ആ കുട്ടിയുടെ ഉമ്മാക്ക് വിഷമമുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓർത്ത് നോക്കൂ, പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്, ബാക്കിൽ വലിയ വലിയ ഔലിയാക്കന്മാരായ സഹാബത്ത് അബൂബക്കറും ഉമറും ഇതുപോലെയുള്ള ഖുലഫാക്കളും ബാക്കിയുള്ള കിബാറുകളായ സഹാബത്തൊക്കെ ഉണ്ട്. അപ്പുറത്ത് സ്ത്രീകളുടെ ഭാഗത്ത് പിറകിൽ നിന്ന് ഒരു ഉമ്മ ആ കുട്ടിയെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയാണ് പരിഗണിക്കുന്നത്. അവരെ ബുദ്ധിമുട്ട് നീക്കാൻ വേണ്ടി നമസ്കാരം പെട്ടെന്നാക്കുമായിരുന്നു. ഈ ഹദീസിൽ ഒരുപാട് ഫായിദകളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനോടുള്ള ഷഫഖത്ത്, അലിവ്, അതിന്ന് മനസ്സിലാക്കാം. ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടപ്പെട്ട ആളാണ്. എല്ലാവരുടെയും ബുദ്ധിമുട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഫായിദ എന്താണ്? സ്ത്രീകൾക്ക് പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കൽ ജായിസാണ്, അനുവദനീയമാണ്. അവർക്ക് വരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിബന്ധനകളുണ്ട്. എന്താണ്? ഇസ്ലാമികമായ ആദാബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിന് കുറെ അദബുകളുണ്ട്. അവരുടെ വസ്ത്രം ഇസ്ലാമികമായിരിക്കണം. അതുപോലെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലായിരിക്കാൻ പാടില്ല, ഭർത്താവിന്റെ അനുവാദം വേണം. ഈ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ അവർക്ക് ജമാഅത്തിൽ പങ്കെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമംറഅത്തിൻ അസാബത് ബഖൂറൻ, ഏതെങ്കിലും ഒരു സ്ത്രീ ബഖൂർ പുകച്ചിട്ടുണ്ടെങ്കിൽ, ബഖൂർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഊതും അതുപോലെയുള്ള ഈ സുഗന്ധ വസ്തുക്കളൊക്കെ പുകച്ച് ആ പുക കൊണ്ട് ശരീരത്തിൽ പുരട്ടുന്നതിനാണ് ബഖൂർ ഉപയോഗിക്കാന്ന് പറയാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലാ തഷ്ഹദ് മഅനാ സലാത്തുൽ ഇശാ, ഇശാ നമസ്കാരത്തിന് പള്ളിയിൽ വരരുത്. അങ്ങനെ ഒരു നമസ്കാരത്തിനും പള്ളിയിൽ അവർ വരാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഫായിദ, ചെറിയ കുട്ടികൾ പള്ളിയിൽ വരുന്നത് ജായിസാണ്. ചെറിയ കുട്ടികൾക്ക് പള്ളിയിൽ വരാം എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഒരു ഉമ്മ കരയുന്നത് കേൾക്കുമ്പോൾ, ഒരു കുട്ടി കരയുന്നത് കേൾക്കുമ്പോൾ ആ ഉമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് നമസ്കരിക്കുന്ന പറഞ്ഞത്. നമസ്കാരം കഴിഞ്ഞിട്ട് ഇനി മേലാൽ കുട്ടികൾ കൊണ്ടുവരരുത് എന്ന് പറയും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ചെറിയ കുട്ടികൾ പള്ളിയിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? അവർ പള്ളിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. പള്ളിയിൽ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കുക, അതുപോലെ തന്നെ പള്ളി വൃത്തികേടാക്കുക, ഇങ്ങനെയുള്ള ഉപദ്രവം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. അതല്ലാത്ത സാധാരണ കുട്ടികൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അത് പ്രശ്നമില്ല. കാരണം അതെല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണത്. അതിന്റെ അപ്പുറത്തുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവരെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. ഒരു ഹദീസ് ഉണ്ട്, ജന്നിബു മസാജിദക്കും സുബിയാനക്കും വ മജാനീനക്കും, പള്ളികളിൽ കുട്ടികളെയും ഭ്രാന്തന്മാരെയും അടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ആ ഹദീസ് ദഈഫാണ്. അതുകൊണ്ട് പള്ളിയിൽ കുട്ടികളെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, ഈ പറഞ്ഞ പോലെ. നാലാമത്തെ ഫായിദ, നമസ്കരിക്കുന്ന ഒരാൾക്ക് തന്റെ ചുറ്റുപാടുമുള്ള ശബ്ദം കേൾക്കുന്നതിൽ കുറ്റമില്ല. വിശ്വാസത്തിലെ കുട്ടി കരയുന്നത് കേൾക്കാറുണ്ട്. അപ്പോ നമ്മൾ നമസ്കരിക്കുകയാണ്, അപ്പുറത്തുനിന്ന് ഒരാൾ ഖുർആൻ ഓതി അല്ലെങ്കിൽ സംസാരിച്ചു, അത് നമ്മൾ കേൾക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ ശ്രദ്ധിച്ച് അതിലേക്ക് കാതു കൊടുക്കാൻ പാടില്ല. ഇസ്തിമാ പാടില്ല. സമാ പറ്റും, കേൾവി പറ്റും, പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കാൻ പാടില്ല എന്നാണ്. അഞ്ചാമത്തെ ഫായിദ, നമസ്കരിക്കാൻ തുടങ്ങിയ ഒരാൾക്ക് ഓത്തിന്റെ കാര്യത്തിലുള്ള നിയ്യത്ത് മാറ്റാൻ പറ്റും. ഇപ്പൊ ബക്കർ ഓതിയിട്ട് നിസ്കരിക്കാൻ തീരുമാനിച്ചു, തഹജ്ജുദ് നിസ്കരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ഭാര്യ അടുത്തുനിന്ന് വിളിച്ചു പറയുന്നത്, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട്, കുട്ടി കരയുന്നുണ്ട്, അല്ലെങ്കിൽ പകല് ഒരു സുന്നത്ത് നമസ്കരിക്കുകയാണ്, അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. അപ്പോ സൂറത്തൊക്കെ മാറ്റി ചെറിയ സൂറത്ത് ഓതി നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യമാണ് ചെറിയ കുട്ടികളോടുള്ള റഹ്മത്ത്. ഒരു കുട്ടി കരയുന്നത് കേട്ടാൽ, സ്വന്തം കുട്ടിയായാലും അല്ലെങ്കിലും, അതിനോടൊരു കരുണ, റഹ്മത്ത് തോന്നുക എന്നുള്ളത് അതൊരു നല്ല ഗുണമാണ്, മോശം ഒരു ഗുണമല്ല, ഒരാളുടെ ദൗർബല്യമൊന്നുമല്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും വേദന ഉണ്ടാകുന്ന കണ്ടാൽ വളരെ വിഷമായിരിക്കും. അത് അയാളുടെ ന്യൂനതയായിട്ടായിരിക്കും ചിലർ കാണുക. ഇവനൊരു ധൈര്യമില്ലാത്തവനാണ്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു മോശമായിട്ട് കാണും. അത് ശരിയല്ല. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം കാണിച്ചിരുന്ന സ്വഭാവമാണത്. അടുത്ത ഹദീസ്,
وعن جندب بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صلى صلاة الصبح فهو في ذمة الله ആരാണോ സുബ്ഹ് നമസ്കരിച്ചത് അവൻ അല്ലാഹുവിന്റെ സംരക്ഷണയിലാണ്. ഫലാ യത്ലുബന്നകും അല്ലാഹു മിൻ ദിമ്മതിഹി ബിശൈ, അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്ത ഒരു കാര്യവും അവൻ നിങ്ങളെ തേടി വരാതിരിക്കട്ടെ. അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്ത ഒരു കാര്യത്തിലും അവൻ നിങ്ങളെ തേടി വരാതിരിക്കട്ടെ. ഫഇന്നഹു മൻ യത്ലുബുഹു മിൻ ദിമ്മതിഹി ബിശൈഇൻ യുദ്രികുഹു, അല്ലാഹു അവൻ ഏറ്റെടുത്ത ഒരു കാര്യം ആരെങ്കിലും അപഹരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പിടികൂടുക തന്നെ ചെയ്യും. സുമ്മ യുകിബ്ബുഹു അലാ വജ്ഹിഹി ഫി നാരി ജഹന്നം, പിന്നീട് അവനെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുകയും ചെയ്യും. ഈ ഹദീസിൽ എന്താണ് പറയുന്നത്? സുബ്ഹ് നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ്. നമ്മൾ മുസ്ലിം രാജ്യത്തുള്ള കാഫിർ ആയിട്ടുള്ള പൗരന്മാർക്ക് ദിമ്മി എന്നാ പറയാം. എന്താണ്? സംരക്ഷണത്തിലുള്ള പ്രജകൾ, മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിനുള്ളവർ. അപ്പൊ ദിമ്മത്ത് എന്നുള്ള വാക്കിൽ നിന്ന് വന്നതാണ്. ദിമ്മത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷണം, ഉത്തരവാദിത്വം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഒരാൾ സുബ്ഹ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. എന്താ അതിന്റെ അർത്ഥം? സുബ്ഹ് നമസ്കരിച്ചാൽ അവൻ ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. കാരണം മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നമസ്കാരമാണ് സുബ്ഹും അതുപോലെ തന്നെ ഇശാഉം. റസൂലുള്ളാഹി പറഞ്ഞു അഫ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തു ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. ഈ രണ്ട് നമസ്കാരമാണ് മുനാഫിക്കുകൾക്ക്, കപട വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസം. ആളെ കാണിക്കാൻ വേണ്ടി മുസ്ലിമായ ഒരാൾ. കാരണം പഴയ കാലത്ത് നമുക്കറിയാം ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്ത് വെളിച്ചം ഉണ്ടാവില്ല, ഇന്നത്തെ പോലെയല്ല. അർദ്ധരാത്രിയുള്ളത് പോലെ തന്നെ ആയിരിക്കും ഫജ്റിന്റെ സമയം, എല്ലായിടത്തും ഇരുട്ടായിരിക്കും. അപ്പൊ ആരൊക്കെ നമസ്കരിക്കുന്നുണ്ട് നമസ്കരിക്കുന്നില്ല എന്ന് അറിയാൻ സാധിക്കൂല. നമസ്കരിച്ച് പോകുമ്പോ വരെ ആളുകൾ തിരിച്ചറിയില്ല. അപ്പൊ ഈമാനുള്ള ആൾ മാത്രമേ ഫജ്ർ ജമാഅത്തിൽ പങ്കെടുക്കുകയുള്ളൂ, ഫജ്ർ നമസ്കരിക്കുകയുള്ളൂ. അപ്പൊ ഒരാൾ മുഅ്മിനാണെങ്കിൽ, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ അവന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്നർത്ഥം. അപ്പൊ അള്ളാഹു ഒരാളുടെ സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വസ്തു പിന്നെ ഒരാൾ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാൽ, ഒരു മുസ്ലിമിനെ ഒരാൾ ഉപദ്രവിച്ചാൽ, അതാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ സംരക്ഷണയിലുള്ള ഒരു കാര്യവും അവൻ നിങ്ങളെ തേടി വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അന്വേഷിക്കും, അള്ളാഹു അവനെ വിടുകയില്ല. അങ്ങനെ അള്ളാഹു ഒരാളെ പിന്തുടർന്നാൽ യുദ്രിഖു, പിടികൂടുക തന്നെ ചെയ്യും. പിടികൂടിയാലോ സുമ്മ യുകിബ്ബഹു അലാ വജ്ഹിഹി ഫിന്നാർ, അവൻ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തുകയും ചെയ്യും. ഇത് വളരെ പേടിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഇപ്പൊ മുസ്ലിമായ ഒരു മനുഷ്യൻ, 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ തൊട്ട് കളിക്കാൻ സൂക്ഷിക്കണം. നമ്മൾ സാധാരണ പേടിക്കും. ആർക്കെങ്കിലും രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, അവന്റെ കുടുംബത്തിൽ ഒരു പണക്കാരനുണ്ടെങ്കിൽ, അവന്റെ മറ്റെന്തെങ്കിലും ബന്ധുക്കളെ നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ അവനെ പേടിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്, മുസ്ലിമായ ഒരാളുടെ. അപ്പൊ 5 നേരം നിസ്കരിക്കുന്ന ആളുകളോട് എന്തെങ്കിലും ദുൽമ ചെയ്യുന്നത് സൂക്ഷിക്കണം. ചില മുൻഗാമികളായ അക്രമികളായ ഭരണാധികാരികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവര് ഒരാളെ കൊല്ലുകയാണെങ്കിൽ ചോദിക്കും സുബ്ഹി നിസ്കരിച്ചിരുന്നോ ചോദിക്കുന്നു. അത് വെറുതെ ആൾക്കാരെ പിടിച്ച് കൊല്ലുന്ന രാജാക്കന്മാരാണ്. അവര് വരെ സുബ്ഹി നിസ്കരിച്ചിരുന്നോ ചോദിക്കും. സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടും, കാരണം പേടിച്ചിട്ട്. ഈ ഹദീസ് അറിയുന്നതുകൊണ്ട്. അപ്പൊ അന്നത്തെ ജാഹിലിയങ്ങൾക്കും വലിയ വലിയ വാലിമ്യങ്ങൾക്കും ഒരു ഹദീസ് അറിയായിരുന്നു, അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പേടിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അധികവും കാഫിര്യങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം കുറവ്. നമുക്കങ്ങനെ പേടി തോന്നില്ല. നമുക്ക് പേടി തോന്നുന്നത് അവര് പേടിക്കുന്നതിനെ നമുക്ക് പേടി തോന്നും. ഒരാളുടെ കുടുംബത്തിൽ ഏതോ ഒരു കോൺസ്റ്റബിൾ ഉണ്ട്, അവൻ തന്നെ പോലീസുകാരുടെ കൂട്ടത്തിൽ അടിമയായിരിക്കും, പക്ഷെ നമുക്ക് പേടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമികളുടെ റബ്ബ്, അവന്റെ സംരക്ഷണയിൽ കഴിയുന്നവരാണ് ഈ നമസ്കാരമുള്ള മനുഷ്യന്മാർ, മുസ്ലിമീങ്ങൾ. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അടുത്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു, അവനോട് ദുൽമ ചെയ്യുകയില്ല, വലാ യുസ്ലിമുഹു, ദുൽമ ചെയ്യപ്പെടാൻ അവനെ വിട്ടുകൊടുക്കുകയുമില്ല. അപ്പൊ സ്വന്തമായിട്ട് ദുൽമ ചെയ്യൂല, അതുപോലെ തന്നെ മറ്റൊരാൾ ഇവനെ ദുൽമ ചെയ്യാൻ അനുവദിക്കുകയുമില്ല. മൻ കാന ഫി ഹാജതി അഖീഹി, ആരാണോ തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, കാന അല്ലാഹു ഫി ഹാജതിഹി, അള്ളാഹു ഇവന്റെ ആവശ്യം നിറവേറ്റും. മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അങ്ങനെ നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ കാന അല്ലാഹു ഫി ഹാജതിഹി, ഈ നടക്കുന്നവന്റെ ആവശ്യം അള്ളാഹു നോക്കും. സുബ്ഹാനല്ലാഹ്, എന്ത് വലിയൊരു വാഗ്ദാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി ധാരാളമായി പരിശ്രമിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം അള്ളാഹു തന്റെ കാര്യം ഏറ്റെടുത്തുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടാകും, അവരെ നമ്മൾ മാതൃകയാക്കണം. അതുപോലെ അങ്ങനെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിന് ചില മര്യാദകളുണ്ട്. ഒന്നെന്താണ്? ഇഖ്ലാസ് വേണം, അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ചിട്ട് ചെയ്യണം. ആളുകളുടെ അടുത്ത് നിന്ന് പ്രശംസ കിട്ടാൻ വേണ്ടിയാകരുത്. അതുപോലെ തന്നെ
അടുപ്പക്കാരിൽ നിന്ന് തുടങ്ങണം. അടുത്ത കുടുംബങ്ങളുടെ കാര്യം ആദ്യം നോക്കണം. ചില ആൾക്കാരെന്ത് ചെയ്യും, യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ എല്ലാ കാര്യത്തിലും ഇടപെടും, പക്ഷെ സ്വന്തം വീട്ടിൽ അവസ്ഥ വളരെ മോശമായിരിക്കും. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു ഫദ്ലാണ് കിട്ടാൻ പോകുന്നത്. കാൻ അല്ലാഹു ഫി ഹാജതിഹി, ഇവന്റെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കും. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ കുർബത്ത് എന്ന് പറഞ്ഞാൽ ഞെരുക്കം, പ്രയാസം നീക്കിക്കൊടുത്താൽ, ഫറജല്ലാഹു അൻഹു ബിഹാ കുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇവന്റെ ഒരു പ്രയാസം അല്ലാഹു നീക്കി കൊടുക്കും. ഖിയാമത്ത് നാളിലെ പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാവുന്നതാണ്. സിറാത്തിലെ അവസ്ഥ, അമ്പിയാക്കൾ പോലും പേടിക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല നമ്മുടെ പ്രയാസം നീക്കിത്തരും. എന്താണ് നിബന്ധന? മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ, ഒരു മുസ്ലിമിന്റെ പ്രയാസം നീക്കി കൊടുക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം നമ്മളോട് പറഞ്ഞാൽ അത് ഒരു അവസരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം എന്താണ്? നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ ഒരു വാതിലാണ് ഇയാൾ തുറന്നു വരുന്നത്. ചില മുൻഗാമികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവര് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരെ, മിസ്കീന്മാരെ സഹായിച്ചു കഴിഞ്ഞാൽ അവരെ നെറ്റിയിൽ മുത്തും, എന്നിട്ട് പറയും എന്റെ അജ്റ് പരലോകത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഉമ്മ വെക്കുമായിരുന്നു. അപ്പൊ ഈ മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. സ്വതക്കയും അതുപോലെ മറ്റുള്ളവരുടെ ഹാജത്തുകൾ നടപ്പിലാക്കലും ഒക്കെ പിന്നെ, അതിനു മുമ്പ് ഈ മനസ്സ് വേണം. ഇവൻ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ അള്ളാഹു എത്തിച്ച ഒരു സബബാണ്, ആ ചിന്ത വേണം. എന്നിട്ട് പിന്നെ കഴിയുന്ന സഹായം ചെയ്താൽ മതി. സഹായം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് സഹായം കൂടുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്ത കാര്യം എടുത്ത് പറയുകയില്ല, അത് വലിയ കാര്യമായിട്ടും കാണുകയില്ല. അതാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, വല്ലദീന യുഅ്തൂന മാ ആതൗ, അവരെന്ത് ചെയ്യും? കൊടുക്കും, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കും. വഖുലൂബുഹും വജില, അവരുടെ മനസ്സിൽ പേടിയാണ്, പരലോകത്തെ കുറിച്ച് ചോദിച്ചിട്ട് പേടിയാണ്. അപ്പൊ ഇങ്ങനെ പരലോകത്ത് എന്ത് സംഭവിക്കും, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഈ തഫ്രീജ്, അവൻ നമുക്ക് തരുന്ന ഈ ആയാസം, അത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഈ കാര്യം ചെയ്യുന്നത്. വമൻ സതറ മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ഒരു ന്യൂനത മറച്ചു വെച്ചാൽ, സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ ന്യൂനത അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നമ്മുടെയൊക്കെ അമലുകൾ പരസ്യമാക്കിയാൽ എന്ത് വലിയ വഷളത്തരമായിരിക്കും. അവിടെ അല്ലാഹു നമ്മുടെ കുറ്റങ്ങൾ, പാപങ്ങൾ മറച്ചു വെക്കും. എന്ത് ചെയ്താൽ? മൻ സതറ മുസ്ലിമൻ, ദുനിയാവിൽ ഒരു മുസ്ലിമിന്റെ തെറ്റ് മറച്ചു വെച്ചാൽ. അപ്പോൾ ഉലമാക്കൾ പറയുന്നത്, ഈ തെറ്റുകൾ മറച്ചു വെക്കുക എന്നുള്ളത് ചില സന്ദർഭത്തിൽ പാടില്ലാത്ത അവസ്ഥ വരും. ചില സന്ദർഭത്തിൽ അതാണ് വേണ്ടത്. മറ്റുള്ള മുസ്ലിമീങ്ങളുടെ തെറ്റുകൾ മറച്ചു വെക്കുകയാണ് വേണ്ടത്. നമ്മളെല്ലാവരും തെറ്റുകളുള്ളവരാണ്, കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ ചിലപ്പോൾ അത് മറച്ചു വെക്കാൻ പാടില്ലാത്ത അവസ്ഥ വരും. അതെപ്പോഴാണ്? ഒരാൾ തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ, ഫാസിക്കായ ഒരാൾ, പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരാൾ, ആ തെറ്റ് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ അവരുടെ തെറ്റുകുറ്റങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ഒരാൾ സ്വാലിഹായി ജീവിക്കുന്നവനാണ്, അവന്റെ അസ്ല് അവൻ നല്ലവനാണ്, അതാണ് അവന്റെ സ്ഥിരം സ്വഭാവം. ഒരിക്കലും അവനൊരു വീഴ്ച പറ്റിപ്പോയി, അല്ലെങ്കിൽ രണ്ടാമതൊരു വീഴ്ച പറ്റിപ്പോയി, ഇങ്ങനെ വല്ലപ്പോഴും സംഭവിച്ചൊരു തെറ്റാണ്, അതിൽ അവൻ ഖേദിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകളുടെ തെറ്റുകുറ്റങ്ങൾ പരസ്യമാക്കരുത്. അടുത്ത ഹദീസ് അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം തന്റെ മറ്റു മുസ്ലിമീങ്ങളുടെ സഹോദരനാണ്. അപ്പോൾ ഈ സാഹോദര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സാഹോദര്യമാണ്. നമ്മുടെ രക്തബന്ധത്തിലുള്ള സാഹോദര്യം പോലും, ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായിട്ട് ജനിച്ചാൽ ഉണ്ടാകുന്ന ബന്ധം, അതിനേക്കാൾ വലുതാണ് ദീനിന്റെ പേരിലുള്ള സാഹോദര്യം. കാരണം എന്താണ്? രക്തബന്ധുക്കളായ ആളുകൾ അവർ തമ്മിൽ ദീൻ വ്യത്യാസപ്പെട്ടാൽ, ഒരാൾ മുസ്ലിം ഒരാൾ കാഫിറുമായാൽ അവർ തമ്മിൽ വെറുപ്പായിരിക്കും. നേരെ മറിച്ച് മുസ്ലിമായ രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും തകരാത്തതാണ്, ഈമാന്റെ പേരിലുള്ള ബന്ധം. അതല്ലാത്ത ബന്ധങ്ങളൊക്കെ പരലോകത്ത് വെച്ച് ശത്രുതയായി മാറും. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദു. അഖില്ലാ എന്ന് പറഞ്ഞാൽ എന്താ? ഖലീൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്ത്. അപ്പൊ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പരലോകത്ത് ശത്രുക്കളായി മാറും. നിന്നെ കൊണ്ടാണ് ഞാൻ പഴിച്ചത് എന്ന് പറയും, പരസ്പരം പഴിചാരും. അപ്പൊ ഈമാനിന്റെ പേരുള്ള ബന്ധങ്ങൾ അത് രക്തബന്ധത്തെക്കാൾ ശക്തവും അതുപോലെ തന്നെ അനന്തവുമാണ്, പരലോകത്തും അവസാനിക്കാത്ത എന്നെന്നും നിലനിൽക്കുന്ന ബന്ധമാണ്. അങ്ങനെയുള്ള സാഹോദര്യമാണ് മുസ്ലിമീങ്ങൾക്ക് തമ്മിലുള്ളത്. ലാ യഖൂനുഹു, അതുകൊണ്ട് തന്നെ ആ സാഹോദര്യത്തിന്റെ അതിന്റെ അനന്തരഫലം എന്താണ്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലാ യഖൂനുഹു, വഞ്ചിക്കരുത്. വലാ യക്ദിബുഹു, അവനോട് കളവ് പറയരുത്. വലാ യഖ്ദുലുഹു, ഖുദ്ലാൻ എന്ന് പറഞ്ഞാൽ കൈവിടുക. ഒരാൾ നമ്മുടെ സഹായം പ്രതീക്ഷിക്കുന്ന സന്ദർഭത്തിൽ അവൻ ഒഴിവാക്കി പോവുക, അതാണ് ഖുദ്ലാൻ. അത് ചെയ്യരുത്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ, ഒരു മുസ്ലിമിന്റെ എല്ലാം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ്. ഇർദുഹു, അവന്റെ അഭിമാനം, അല്ല അവന്റെ അഭിമാനം നമുക്ക് ഹറാമാണ്, അതിൽ തൊടാൻ പാടില്ല. അവന്റെ അഭിമാനം സമൂഹത്തിൽ കുറക്കുന്ന ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അവന്റെ പേര് ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി, ഒരു വാക്ക് നമ്മുടെ
അടുത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. വമാലുഹു, അവന്റെ ഓരോ രൂപയും നമുക്ക് ഹറാമാണ്, അവന്റെ പണം നമുക്ക് തൊടാൻ പാടില്ല. വദമുഹു, അവന്റെ രക്തം അത് നമുക്ക് നിഷിദ്ധമാണ്. അത്തഖ്വ ഹാഹുന, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേക്ക് ചൂണ്ടി. തഖ്വ ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ നെഞ്ചിലാണെന്ന് പറഞ്ഞാൽ തഖ്വയുടെ അടിസ്ഥാനം ഒരാളുടെ ഖൽബിലാണ്. ഖൽബിൽ തഖ്വയുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടെങ്കിൽ അവന്റെ അമലുകൾ നന്നാകും. ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലെങ്കിലോ അമലുകൾ നന്നാവുകയില്ല. അതുകൊണ്ടാണ് ചില സ്വഹാബത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത്, ഖൽബ് രാജാവും മറ്റ് അവയവങ്ങൾ പടയാളികളുമാണ്. രാജാവ് കൽപ്പിക്കുന്നതിനനുസരിച്ചാണ് പടയാളികൾ പെരുമാറുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി നല്ല ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഖൽബ് എന്ന് പറയുന്നത് ഒരു മാംസകഷ്ണമാണ്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ഖൽബ് കേടുവന്നാലോ ശരീരം മുഴുവൻ കേടുവരും. ഇതിലേത് ഉദാഹരണമാണ് നല്ലത്? രാജാവും പടയാളികളും എന്ന് പറഞ്ഞതാണോ, അതോ ഖൽബ് നന്നായാൽ അവയവങ്ങൾ നന്നാകും എന്ന് പറഞ്ഞതാണോ കൂടുതൽ നല്ല ഉദാഹരണം? രണ്ടാമത് പറഞ്ഞതാണ്. കാരണം എന്താ? രാജാവും അണികളും അല്ലെങ്കിൽ പടയാളികളും തമ്മിൽ ഉള്ള ഉദാഹരണം എന്താണ്? അത് അനുസരണ മാത്രമേ ഉണ്ടാവുള്ളൂ. രാജാവ് കൽപ്പിച്ചത് അനുസരിക്കും, പക്ഷെ അവയവങ്ങൾ നന്നായിരിക്കണമെന്നില്ല, പടയാളികൾ നല്ലവരായിക്കൊള്ളണമെന്നില്ല രാജാവ് പറഞ്ഞതുകൊണ്ട്. എന്നാൽ ഖൽബ് നന്നായാൽ അവയവങ്ങൾ നന്നാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവ പിന്നെ നല്ലതേ ചെയ്യുകയുള്ളൂ, ആത്മാർത്ഥമായി നന്മ ചെയ്യും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതാണ് അത്തഖ്വ ഹാഹുന എന്നതിന്റെ അർത്ഥം. അപ്പൊ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഒരാളുടെ ബുദ്ധി എന്ന് പറയുന്നത് ഖൽബിലാണ്, അത് തലയിലല്ല. കാരണം അത്തഖ്വ ഹാഹുന എന്നാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? നന്മ ചെയ്യണം, തിന്മ ഉപേക്ഷിക്കണം എന്നുള്ള ചിന്ത. അപ്പൊ ചിന്ത ഉണ്ടാകുന്നത് എവിടെയാണ്? ഖൽബിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ ചിന്തകൾ നടക്കുന്നത് ഖൽബിലാണ്, നെഞ്ചിനുള്ളിലാണ്. അപ്പൊ ചില ആൾക്കാർ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. സ്വദർ എന്ന് പറഞ്ഞാല് സ്വദറിന്റെ ഉള്ളിലാണല്ലോ ഖൽബുള്ളത്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ, സ്വദറിനുള്ളിലാണ് ഖൽബ്. സ്വദർ എന്ന നെഞ്ച്, നെഞ്ചിനുള്ളിലാണ് ഹൃദയം. നെഞ്ചിനുള്ളിലെ ഹൃദയമാണ് അന്ധത ബാധിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ ഇത് ശാസ്ത്രം ഇങ്ങനെയല്ലല്ലോ പറയുന്നത്. ശാസ്ത്രം പറയുന്നത് തലയിലല്ലേ ചിന്തകള്. അപ്പൊ അവർ ദുർവ്യാഖ്യാനിച്ചു. എന്താ പറഞ്ഞത്? സ്വദർ എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ട ഭാഗം എന്നാണ് അർത്ഥമുള്ളൂ, നെഞ്ച് നർത്തല്ല. നമ്മൾ സ്വദർ മുദരിസ് എന്നൊക്കെ പറയില്ല, ഹെഡ്മാഷ് എന്നുള്ള അർത്ഥത്തില്. ഇങ്ങനെ ഒരാൾ ദുർവ്യാഖ്യാനിച്ചതാണ്. യഥാർത്ഥത്തില് എന്താണ് ഈ ആയത്തിന്റെ തഫ്സീറായി ഒരാളും പറഞ്ഞിട്ടില്ല സ്വദർ എന്നുള്ളത് തലയാണെന്ന്. എന്നാൽ തലച്ചോറിന് നമ്മുടെ ചിന്തയിൽ ഒരു പങ്കില്ലേ? ഉണ്ട്. ശാസ്ത്രം തെളിയിച്ചതാണ്, അത് വൈദ്യശാസ്ത്രം തെളിയിച്ചതാണ്. തലക്ക് എന്തെങ്കിലും കേടുപറ്റിയാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാകുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അടിസ്ഥാനം ഖൽബാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് ഒരിക്കലും തെറ്റാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അല്ലാഹു പറഞ്ഞതാണ് സത്യം. അപ്പൊ ഖൽബ് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ ഖൽബ് തലച്ചോറിലേക്ക് ഒരു കൽപ്പന കൊടുക്കുന്നുണ്ടായിരിക്കാം, ആ തലച്ചോറ് നടപ്പിലാക്കുന്നുണ്ടായിരിക്കാം, അത് അല്ലാഹു അല, നമുക്കതിന്റെ രൂപം അറിയില്ല. പക്ഷെ ഖൽബാണ് ബുദ്ധിയുടെ അടിസ്ഥാനം എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്. ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യന് ഷർറായിട്ട് ഒരു കാര്യം മാത്രം മതി. സാലിഹായ മനുഷ്യനാണ്, വേറൊരു കുഴപ്പമില്ല, 5 നേരം നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം ഉണ്ട്. അവന് ഷർറായിട്ട് എന്ത് മാത്രം മതി? അൻ യഹ്കിറ അഖാഹുൽ മുസ്ലിം, മുസ്ലിമായ തന്റെ സഹോദരനെ പുച്ഛിക്കുന്ന സ്വഭാവം, അത് മാത്രം മതി ഒരാൾക്ക് ഷർറായിട്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, മുസ്ലിമായ ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. അടുത്ത ഹദീസ്, വഅൻഹു ഖാല, നേരത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്നെയാണ് പറയുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്. വലാ തനാജഷു, നജിസ് ചെയ്യരുത്. ഓരോന്നായിട്ട് വിശദീകരിക്കുക. ലാ തഹാസദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ വിലക്കുകയാണ് ഈ ഹദീസിൽ. ഈ കാര്യങ്ങളൊക്കെ എന്താണ്? മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഉഖൂവത്ത് നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് വിലക്കുന്നത്, സാഹോദര്യം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇസ്ലാമില് വിശ്വാസികൾ തമ്മിലുള്ള ഈ ഉഖൂവത്തിന്, സാഹോദര്യത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്ന് ഈ ഹദീസ് വായിച്ചാൽ മനസ്സിലാകും. ലാ തഹാസദു, ഒന്നാമത് പറയുകയാണ്, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്. ബന്ധങ്ങൾ തകർക്കാൻ ഏറ്റവും വലിയ ഒരു സബബാണ് അസൂയ എന്ന് പറയുന്നത്. എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ പറയുന്നത്, അല്ലാഹു തആല മറ്റൊരാൾക്ക് ഒരു നിഅമത്ത് കൊടുത്തതിനോട് നമ്മുടെ മനസ്സിൽ വെറുപ്പ് തോന്നുക, അതാണ് ഹസദ് എന്ന് പറയുന്നത്. ഇത് വളരെ മോശം സ്വഭാവമാണ്. നമുക്കൊക്കെ ഈ സ്വഭാവം ഉണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കണം. അത് ചിന്തിച്ചു നോക്കുക തന്നെ വേണം. ഉണ്ടാകും, ഉണ്ടാകാതിരിക്കില്ല, അളവ് വ്യത്യാസം ഉണ്ടാവുന്ന മാത്രം. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മാ ഖലാ ജസദും മിൻ ഹസദ്, ഒരു തടിയിലും അസൂയയില്ലാത്തതായിട്ടില്ല. അസൂയയില്ലാത്ത ആരും ഉണ്ടാവില്ല, വളരെ അപൂർവമായിരിക്കും. മാ ഖലാ ജസദും മിൻ ഹസദ് വലകിന്നൽ കരീമ യുഖ്ഫി വല്ലഈമ യുബ്ദി, പക്ഷെ മാന്യന്മാരെന്ത് ചെയ്യും? അത് അടക്കി വെക്കും.
മോശപ്പെട്ട ആൾക്കാർ അത് പുറത്തു കാണിക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറും. അപ്പൊ അസൂയ അതിന്റെ നിർവചനം ഇതാണ്: മറ്റൊരാൾക്ക് അള്ളാഹു കൊടുത്തൊരു നിഅമത്തിനോട് നമുക്കൊരു വിഷമം തോന്നുക, അതാണ് അസൂയ എന്ന് പറയുന്നത്. ചിലർ പറഞ്ഞിട്ടുണ്ട് അസൂയയുടെ നിർവചനം അങ്ങനെയല്ല, മറിച്ച് മറ്റൊരാൾക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹം നീങ്ങിപ്പോകണമെന്നുള്ള ആഗ്രഹം, അത് നഷ്ടപ്പെടണം എന്നുള്ള ചിന്ത. അപ്പോ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്നത് ആദ്യം പറഞ്ഞതാണ് ശരി. ആ അനുഗ്രഹത്തോട് വെറുപ്പുണ്ടായാൽ മതി, അത് നീങ്ങിപ്പോകണം എന്നുള്ള ചിന്ത വേണമെന്നില്ല. ഒരാൾക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹം, ഒരാൾക്ക് നല്ല പണം ഉണ്ടായി, നമ്മുടെ കൂടെ നടന്നിരുന്ന ആളാണ്, പെട്ടെന്ന് പണക്കാരനായി, അല്ലെങ്കിൽ അവന്റെ വിവാഹം പെട്ടെന്ന് നല്ല ഒരു ബന്ധമുണ്ടായി, അല്ലെങ്കിൽ അവന് നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ അവന് ദീനിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുത്തു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഖൈർ അവന് കൊടുത്തു, ദീനിലോ ദുനിയാവിലോ. അത് കണ്ടപ്പോൾ നമുക്കൊരു വിഷമം, അതാണ് അസൂയ. ഇനി ഈ അസൂയയുടെ അപകടങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് വിഷമം തോന്നും. ഒരുപാട് അപകടങ്ങളുള്ള ഒരു സ്വഭാവമാണ് ഹസദ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ മഫ്സദത്ത്, അസൂയയുടെ അപകടം, യഹൂദികളുടെ സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട, മനുഷ്യവർഗത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണ് യഹൂദികൾ എന്ന് പറയുന്നത്. അവരുടെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് അസൂയ. അവർ പലരും മുസ്ലിം ആകാതിരുന്നത് തന്നെ അതിന്റെ കാരണം എന്തായിരുന്നു? അറബികളോടുള്ള അസൂയായിരുന്നു അവർക്ക്. അവർ വിചാരിച്ചത് ഈ നബി ഞങ്ങളുടെ കൗമിൽ വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോ മക്കയിൽ അറബികളുടെ ഇടയിൽ വന്നപ്പോ വിശ്വസിച്ചില്ല. അപ്പൊ യഹൂദികളുടെ സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ തന്റെ സഹോദരങ്ങൾക്ക് ഹൈറുണ്ടാകുന്നതിനോടുള്ള ഇഷ്ടം വേണം. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഹൈറുണ്ടാകാനുള്ള ഇഷ്ടം നമുക്ക് വേണം. അത് ഇല്ല എന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഹസദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. സ്വന്തം നഫ്സിന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്ന നന്മകൾ നമ്മുടെ സുഹൃത്തിനും സഹോദരനും കിട്ടണം എന്ന് വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല എന്ന്. അപ്പൊ ആ സ്വഭാവം ഇവനില്ല, ഈ നല്ല സ്വഭാവം ഇല്ല എന്ന് മനസ്സിലാക്കാം അസൂയക്കാരനാണെങ്കിൽ. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ ഖദറിനോടുള്ള പ്രതിഷേധമാണ് അസൂയ എന്ന് പറയുന്നത്. എന്തു വലിയ മുസീബത്താണ്. ഇപ്പൊ നമ്മുടെ സുഹൃത്തിന് ഒരു അനുഗ്രഹം ഉണ്ടായി, പണക്കാരനായി, അല്ലെങ്കിൽ അവന് കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ രണ്ടാമത് കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ അവന് കുറെ കുട്ടികളുണ്ടായി, അങ്ങനെ അവന്റെ കുട്ടികൾക്ക് നല്ല ജോലി ഉണ്ടായി, ഇങ്ങനെ എന്ത് സംഭവമാണെങ്കിലും അതിനോട് നമുക്ക് വെറുപ്പ് തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അള്ളാഹു തആല ആണല്ലോ ഇവനത് കൊടുത്തത്, അതിനോടല്ലേ നമുക്ക് എതിർപ്പ് തോന്നുന്നത് നമ്മുടെ മനസ്സിൽ. അപ്പൊ നമ്മൾ ആരോടാണ് പ്രതിഷേധിക്കുന്നത്? റബ്ബിനോടാണ്. അപ്പൊ എന്തുമാത്രം വലിയ അപകടമാണത്. അതുപോലെ തന്നെ അസൂയയുടെ മറ്റൊരു അപകടമാണ്, അസൂയക്കാരന് എപ്പോഴും ടെൻഷനായിരിക്കും. കാരണം എന്താ? അള്ളാഹുവിന്റെ നിഅമത്തിനോടുള്ള വെറുപ്പ്, അതാണ് അസൂയ. അള്ളാഹുവിന്റെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അവൻ എന്നും മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അവന്റെ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ഈ ഭൂമിയിലേക്ക് കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ ഓരോ നിമിഷവും ടെൻഷനിലായിരിക്കും. ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ കാണുകയുള്ളൂ. അപ്പൊ ഇവന് ടെൻഷൻ തന്നെ ആയിരിക്കും. ഓരോ ദിവസവും ഓരോരുത്തർ പണക്കാരനാവുന്നുണ്ട്, ഓരോ ദിവസവും ഓരോരുത്തർ വിവാഹം കഴിക്കുന്നുണ്ട്, ഓരോ ദിവസവും ഓരോരുത്തർക്ക് ഇൽമു കിട്ടുന്നുണ്ട്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവന് ഓരോ വാർത്തയും വിഷമമായിരിക്കും. അങ്ങനെ മനസ്സിനും സമാധാനം ഉണ്ടാവുകയില്ല. മറ്റൊരു അപകടം, അസൂയക്കാരന്റെ നന്മകൾ ഇല്ലാതായി പോകും. അവന്റെ പുണ്യങ്ങൾ, അവൻ ചെയ്തു വെച്ച നന്മകൾ പോലും അവൻ നഷ്ടപ്പെട്ടു പോകും. വിശ്വാസം പറഞ്ഞു, ഇൻ ഇയ്യാക്കും വൽ ഹസദ്, അസൂയ നിങ്ങൾ സൂക്ഷിക്കുക, ഫഇന്നഹു യഅകുലുൽ ഹസനാത്ത്, അത് നന്മകളെ തിന്നുകളയും, കമാ തഅകുലുൻ നാറു അൽ ഹതബ്, തീ വിറകിനെ തിന്നുന്നത് പോലെ, വിറക് തീയിലിട്ടാൽ അതില്ലാതായി പോകും, അതുപോലെ നന്മകൾ ഇല്ലാതാക്കുന്ന കാര്യമാണ് അസൂയ എന്ന് പറയുന്നത്. മറ്റൊരു അപകടം എന്താണ്? ഉപകാരമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യനെ തടയും അസൂയ. നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരാളിങ്ങനെ പഠിക്കുന്നുണ്ട്, അത് നോക്കിയിരിക്കും, എന്നിട്ട് ഇവന്റെ കാര്യം അവന് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ട്, ഓന്റെ കച്ചവടത്തിനുണ്ടായ വളർച്ചയെക്കുറിച്ചും അതിനെക്കുറിച്ച് ചിന്തിച്ച് അവൻ എങ്ങനെയാണ് ഇത് സാധിച്ചത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇവന് ചെയ്യാൻ സാധിക്കുന്ന ചെറിയൊരു കച്ചവടം അതവൻ ചെയ്യൂല. മറ്റവന്റെ വലിയ നേട്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് അതിൽ അസൂയപ്പെട്ട് അങ്ങനെ ഇരിക്കും. നേരെ മറിച്ച് ഇവന് ഉപകാരമുള്ള ചെറുതെന്ന് തോന്നുന്ന കാര്യം അതവൻ ചെയ്തിരുന്നെങ്കിൽ അതുകൊണ്ടുള്ള ഉപകാരം കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ അസൂയയുടെ വലിയൊരു അപകടമാണ്, അസൂയക്കാരന്റെ അവന്റെ ഈ മനസ്ഥിതി കൊണ്ട് കണ്ണേറ് ഫലിക്കാനുള്ള സാധ്യതയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. അപ്പൊ അസൂയക്കാരനായ ആള് ഒരു അനുഗ്രഹം, നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അവൻ നോക്കിയാൽ അവന്റെ ആ നോട്ടം അതുകൊണ്ട് ഈ വസ്തുവിൽ അപകടമുണ്ടാകും. അതാണ് കണ്ണേറ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ അവനെ കൊണ്ട് അവന്റെ കണ്ണേറ് തട്ടി ഒരു നാശമുണ്ടായാൽ അവന് കുറ്റവും കിട്ടും. ഇപ്പൊ ചില ആൾക്കാര് അവര് എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് എന്തൊരു നല്ല സംഗതിയാണിത്
എന്നിങ്ങനെ അസൂയയോടെ പറയും. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അപകടം ഉണ്ടായതായി എത്രയോ അനുഭവങ്ങളുണ്ട്. അങ്ങനെ പതിവായി സംഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഒരു അപകടം ഉറപ്പാണ്. അങ്ങനെ ഒരാളെ കൊണ്ട് അപകടമുണ്ടെങ്കിൽ അവർ വിചാരിക്കും അവനെക്കുറിച്ച് ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടെന്ന് അവനറിയാം, ഇവൻ ഭയങ്കര കണ്ണിന്റെ ആളാണ്. അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അങ്ങനെ നശിക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഇവൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ കണ്ണുകൾ കൊണ്ടൊരു നാശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു നാശം ഉണ്ടായാൽ അത് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഭാഗം ശരിയാക്കിയാൽ പരമാവധി സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്ത് അസൂയ വെക്കാതിരിക്കുക, ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവൻ കുറ്റക്കാരനായിരിക്കില്ല. നേരെ മറിച്ച് ഇതിലങ്ങനെ ഇസ്തിർസാൽ, ഒരാളിങ്ങനെ അസൂയ വെച്ച് നശിക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അവൻ കുറ്റക്കാരനായിരിക്കും. അതുകൊണ്ട് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കൊക്കെ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. നഊദു ബില്ലാഹ്. അപ്പൊ ഇതൊക്കെ അസൂയയുടെ അപകടങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. ഇനി അസൂയ ഉണ്ടോ എന്ന് നമുക്ക് അറിയാനുള്ള അടയാളങ്ങളുണ്ട്. അതെന്താണ്? നമ്മുടെ മനസ്സിൽ അസൂയ ഉണ്ടോ എന്ന് അറിയാനുള്ള അടയാളം, അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് മറ്റൊരാളുടെ അനുഗ്രഹത്തെക്കുറിച്ച്, മറ്റൊരാൾക്ക് ലഭിച്ച അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് പറയാൻ ഇഷ്ടപ്പെടൂല. ഒരാളെ പുകഴ്ത്തുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പൊ നമ്മളെ മുമ്പിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാം, മറ്റവനിപ്പോ പഠിച്ച് വലിയ ആലിമായി, നമ്മളെ കൂടെ നടന്നിരുന്ന ആളാണ്, ഇപ്പൊ അവൻ പഠിച്ച് ഒരു ആലിമായിട്ടുണ്ട്, അല്ലെങ്കിൽ അവനിപ്പോ ബിസിനസ്സൊക്കെ ചെയ്ത് കുറെ വീട് വാങ്ങിയിട്ടുണ്ട്, സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അവന്റെ അധ്വാനം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തതാണ്. ഇങ്ങനെ അവനെക്കുറിച്ചുള്ള ഖൈർ ഒരാൾ പറഞ്ഞാൽ ഇവൻ ഒന്നുകിൽ അതിനെതിർക്കും, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കെങ്കിലും ചെയ്യും. അത് ശരിയാണ്, മാഷാ അല്ലാഹ്, അവൻ ഉഷാറാണ് എന്നൊരു മറുപടി ഉണ്ടാവില്ല. ഒരാൾ അസൂയക്കാരനാണെന്നുള്ളതിന്റെ തെളിവാണ്. അവൻ അസൂയ വെക്കുന്ന ആളെക്കുറിച്ച് നല്ലത് പറയൂല, നല്ലത് പറയുന്നത് കേൾക്കാനും ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ മത്സരിക്കുന്ന ഒരാൾ ഇൽമിന്റെ കാര്യത്തിൽ, ഏത് മേഖലയിലാണ് ആ കാര്യത്തിൽ, ആ മേഖലയിൽ നമ്മോട് മത്സരിക്കുന്ന ഒരാൾ, അവനെക്കുറിച്ചൊരു ഖൈർ ഒരാൾ പറഞ്ഞാൽ നമുക്കൊരു വിഷമം മനസ്സിലുണ്ടാവും, നല്ലത് നമ്മളോട്ട് പറയില്ല. ഇത് അസൂയയുടെ ഒരു അടയാളമാണ്. അടുത്തതായി നബി സല്ലല്ലാഹു പറഞ്ഞതാണ് വലാ തനാജഷു, നജിഷ് പാടില്ല. നജിഷ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തില്, ഒരു മാർക്കറ്റിൽ കച്ചവടം നടക്കുകയാണ്. അപ്പൊ ഒരാൾ പോയിട്ട് ഇങ്ങനെ വില പേശും. വില പേശുന്നത് എന്തിനാണ്? സാധനം വാങ്ങാനല്ല, വില കൂട്ടാൻ വേണ്ടി. ഇപ്പൊ 1000 രൂപക്ക് ഒരാൾ ഒരു സാധനം വിൽക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇത് 1100 രൂപക്ക് ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയാണ്? അത് വാങ്ങാനല്ല. അത് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് വല്ല പോകും. പിന്നെ ഈ സാധനത്തിന്റെ വില 1100 ആണെന്ന് അവിടെ കേട്ട് നിന്ന ഒരാൾ വിചാരിച്ച് അവൻ 1100 വാങ്ങും. അങ്ങനെ വാങ്ങാൻ വന്ന ഒരാളെ പറ്റിക്കാൻ വേണ്ടി, കച്ചവടക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കച്ചവടക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വെറുതെ കുറെ വില പേശിയിട്ട് എന്ത് ചെയ്യും? പിന്നെ വരുന്ന ആൾക്കാരോട് കച്ചവടക്കാരൻ ആ വലിയ വിലക്ക് വിൽക്കാൻ ശ്രമിക്കും. അപ്പൊ അവന്റെ കച്ചവടം നടക്കൂല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി വില പേശുക, അതാണ് നജിഷ് എന്ന് പറയുന്നത്. വലാ തബാഗദു, അടുത്ത നബി സല്ലല്ലാഹു പറയുകയാണ് നിങ്ങൾ പരസ്പരം വെറുക്കരുത്. അപ്പൊ വെറുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് ചില ആൾക്കാർ ചോദിക്കും. നമുക്ക് തോന്നും അല്ലെ, നിങ്ങൾ പരസ്പരം വെറുക്കരുത്. ഇപ്പൊ വെറുപ്പ് എന്ന് പറയുന്നത് മനസ്സിൽ പുറത്തുനിന്ന് വരുന്നതല്ലേ, നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വെറുപ്പുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, വെറുപ്പുണ്ടാകാൻ കാരണമാകുന്ന വാക്കുകളും പ്രവൃത്തികളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽപ്പെട്ടൊരു കാര്യമാണ് അനാവശ്യമായ തർക്കങ്ങൾ. ഒരാളോട് തർക്കിച്ചാൽ നമുക്ക് അവനോട് വെറുപ്പായി. അപ്പൊ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക, അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം സംവാദം, തർക്കം നടത്തുക. അതുപോലെ തന്നെ അടുത്തതായി നബി സല്ലല്ലാഹു പറയുകയാണ് വലാ തദാബറു, നിങ്ങൾ പരസ്പരം പുറംതിരിയരുത്. തദാബുർ എന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു, ഒരാളുടെ പിറക് മറ്റൊരാളുടെ നേർക്കാക്കി നിൽക്കുക, അതാണ് തദാബുർ. അതിനർത്ഥം എന്താണ്? അത് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുള്ള തദാബുറുണ്ട്. ബാഹ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരാള് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, നമ്മൾ നേരെ തിരിഞ്ഞ് നമ്മുടെ ബാക്ക് അവന്റെ നേർക്കാക്കി നിൽക്കുക, അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അതിൽപ്പെട്ടതാണ് സംസാരിക്കുമ്പോൾ ഒരാളുടെ സംസാരം കേൾക്കാതിരിക്കുന്നത്, അത് തദാബുറിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആന്തരികമായ, ബാഹ്യമായിട്ട് കാണാത്ത തദാബുറുണ്ട്. അതെന്താണ്? അതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ, അനാവശ്യമായ തർക്കങ്ങളും അതുപോലെ തന്നെ ഭിന്നിപ്പും, അതൊക്കെ തദാബുർ എന്നതിൽപ്പെടും. വലാ യബിഅ ബഅദുകും അലാ ബൈഇ ബഅദ്, നിങ്ങൾ പരസ്പരം ഒരാളുടെ കച്ചവടത്തിൽ ഇടയിൽ കയറി കച്ചവടം ചെയ്യരുത്. രണ്ടാൾക്കാർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എത്രക്കാണ് അവൻ വെക്കുന്നത്, എത്രക്കാണ് വാങ്ങുന്നത് എന്നൊക്കെ അന്വേഷിച്ചിട്ട് മെല്ലെ പോയിട്ട് വിൽക്കുന്നവനോട് പറയാം ഞാൻ അതിനേക്കാൾ കൂടുതൽ വില തരാം എന്ന് പറഞ്ഞിട്ട് അത് മുടക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുക, അത് പാടില്ല. ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഒരുമിച്ച് പറഞ്ഞത്? ഇതൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതെല്ലാം മുസ്ലിമീങ്ങൾ തമ്മിൽ ഉഖുവത്ത് നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എത്രമാത്രം ഒരു മുസ്ലിമിന്റെ ഹുർമത്ത്, എത്രമാത്രം ഒരു മുസ്ലിമിന്റെ പവിത്രത അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി
സ്വന്തം നഫ്സിന് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന നന്മകൾ തന്റെ സഹോദരനും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല. ഇത് നമ്മൾ ഇടക്കിടക്കെടുത്ത് വായിച്ചു നോക്കേണ്ട ഒരു ഹദീസാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ഒരു സഹോദരൻ, അവന് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഖൈറൊക്കെ അവനും വരണമെന്ന് ആഗ്രഹിക്കുക. ഈ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവമൊക്കെ എങ്ങനെയായിരിക്കും അല്ലെ? ഇപ്പൊ ഓരോ കാര്യത്തിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ കാര്യത്തിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു കുട്ടി ഒരു ദുൽമ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോ നമ്മൾ സങ്കല്പിച്ച് നോക്കാം, നമ്മുടെ മകൻ അല്ലെ നമ്മുടെ മകള് ഇതേപോലെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അല്ലെ, ആ കുട്ടിയോട് എങ്ങനെ പെരുമാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഉസ്താദ്? അതുപോലെ പെരുമാറുക. അതുപോലെ ഓരോ രംഗത്തും. ഇപ്പൊ ഒരാൾ ഡോക്ടറാണ്, ഒരു രോഗി വന്നു. അപ്പോ ആ രോഗിയോട്, വിവരമില്ലാത്ത ആളായിരിക്കും ചിലപ്പോൾ രോഗി, എന്തായാലും ഡോക്ടറെക്കാളും താഴ്ന്ന ആളായിരിക്കും മിക്കവാറും. അപ്പോ ഇവനൊരു രോഗമായിട്ട് പ്രായമായി, ഇവന്റെ ഈ ചികിത്സപ്പണിയൊക്കെ അവസാനിച്ച് രോഗിയായിട്ട് എവിടെയെങ്കിലും കിടക്കുമ്പോൾ ആളുകൾ എങ്ങനെയാണ് അവനോട് പെരുമാറാൻ അവൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ഇഷ്ടപ്പെടുന്നത്, അതുപോലെ ഇവനോട് പെരുമാറുക. ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മോട് ആളുകൾ എങ്ങനെ പെരുമാറാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, നമുക്കെന്ത് അനുഭവം ഉണ്ടാകാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, ആ രൂപത്തിൽ മറ്റുള്ളവരോടും പെരുമാറുക. അതും മറ്റുള്ളവർക്കും അങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുക. അത് വലിയൊരു ദർജയാണ്, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. സ്വന്തം നഫ്സിനോട് നമ്മൾ ജിഹാദ് ചെയ്യേണ്ടി വരും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ തന്നെക്കാൾ മികച്ചു നിൽക്കാൻ ഇഷ്ടപ്പെടണം. കാരണം എന്താ? നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കുക എന്നുള്ളത്. അപ്പൊ ഇതേ ഗുണം, ഇതേ സ്ഥാനം മറ്റുള്ളവർക്കും വരാൻ നമ്മൾ ഇഷ്ടപ്പെടണം. അപ്പൊ എന്തായിരിക്കും? അപ്പോ ഈ ഹദീസ് പൂർണ്ണമായും പ്രാവർത്തികമാക്കുന്ന ഒരാള് മറ്റുള്ളവർ തന്നെ തോൽപ്പിക്കുന്നതിൽ വിഷമിക്കുകയില്ല, അതിൽ സന്തോഷിക്കും. കാരണം ഞാൻ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ മറ്റുള്ളവർ എന്നെക്കാൾ നന്നായാൽ അതിൽ പോലും സന്തോഷിക്കും. വഅൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും നിന്റെ സഹോദരനെ നീ സഹായിക്കുക. നിന്റെ സഹോദരനെ നീ സഹായിക്കുക. വഇൻ കാന ളാലിമൻ ഔ മദ്ലൂമൻ, അവൻ അക്രമി ആണെങ്കിലും മദ്ലൂമാണെങ്കിലും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അൻസുർഹു ഇദാ കാന മദ്ലൂമൻ, അൻസുർഹു ഇദാ കാന മദ്ലൂമൻ, മദ്ലൂമാണെങ്കിൽ ഞാൻ സഹായിക്കും. എന്റെ സുഹൃത്തിന് ഒരാൾ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചതി ചെയ്തിട്ടുണ്ട്, അവനെ ഞാൻ സഹായിക്കാം. അറഅയ്ത ഇൻ കാന ളാലിമൻ കൈഫ അൻസുറുഹു, അവൻ ളാലിമാണെങ്കിൽ അവനെ എങ്ങനെ സഹായിക്കാനാണ്? ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹ്ജുസുഹു മിനൽ ദുൽം, അവൻ ചെയ്യുന്ന ദുൽമിൽ നിന്ന് അവനെ തടയുക. ഫഇന്ന ദാലിക നസ്റുഹു, അതാണ് അവനുള്ള സഹായം. ഇതും ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. നമ്മളൊരു സുഹൃത്ത്, അവനെ നമ്മൾ സഹായിക്കണം, പക്ഷെ സഹായിക്കുന്നത് ബുദ്ധിപൂർവ്വമായിരിക്കണം. ഇപ്പൊ ചില ആൾക്കാര് കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം. അപ്പൊ ഭർത്താവിന്റെ സുഹൃത്തുക്കളും കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഭാര്യയുടെ കുടുംബക്കാരെ പരമാവധി ചവിട്ടി താഴ്ത്താൻ നോക്കും. ഇവൻ എന്താ വിചാരിക്കുന്നത്? എന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച്, ഭർത്താവ് രണ്ടാമത് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഈ അമ്മോശന്റെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും? അയാളെ കൂടെ നിൽക്കും. അവരുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഇവനെങ്കിലും കഷ്ടപ്പെടുത്തി ഇവന്റെ രണ്ടാമത്തെ ഭാര്യ തൊലാക്കിയിപ്പിക്കാനുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കും. യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് ഇവിടെ? ഇവന് നരകത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുത്തു, സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട്. അപ്പോ നമ്മുടെ സുഹൃത്തിനെ സഹായിക്കുന്നത് ബുദ്ധിപൂർവ്വമായിരിക്കണം. അവന്റെ ആഖിറത്ത് നന്നാക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. അവൻ മദ്ലൂമാണെങ്കിൽ വ്യക്തമാണ്, അവന് വേണ്ടി നമ്മൾ സംസാരിക്കണം, അവന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അവൻ ളാലിമാണെങ്കിൽ അവന് ചെയ്യേണ്ട ഏറ്റവും വലിയ സഹായം ആ ദുൽമിൽ നിന്ന് അവനെ തടയാണ്. അതാണ് ഏറ്റവും വലിയ സഹായം. ചില ആൾക്കാര് കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടിട്ട് ആ ബന്ധങ്ങളൊക്കെ മുറിച്ചു കൊടുക്കും, അതിന് വേണ്ട സഹായമൊക്കെ ചെയ്യും. ജ്യേഷ്ഠനും അനിയൻ തമ്മിൽ അടിയാണ്, അപ്പൊ ജ്യേഷ്ഠനെ തരാൻ വേണ്ടി അനിയന്റെ കൂടെ കൂടിക്കൊടുക്കും. എന്ത് വലിയ വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. തഹ്ജുസുഹു അൻ ദുൽമിഹി, അവന്റെ ദുൽമിൽ നിന്ന് അവനെ തടയുക, അതാണ് ഏറ്റവും വലിയ സഹായം. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال حق المسلم على المسلم خمس, ഒരു മുസ്ലിമിന് മറ്റു മുസ്ലിമീങ്ങളോട് 5 ബാധ്യതകളുണ്ട്. ചില ഹദീസുകളിൽ 6 എന്നും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയുക. അപ്പൊ സലാം എന്ന് പറയുന്നത് ഒരു ദുആയാണ്. ഇസ്ലാമിന്റെ വലിയൊരു മഹാസിനിൽപ്പെട്ട, ഇസ്ലാമിന്റെ ഭംഗിയിൽപ്പെട്ട ഒരു കാര്യമാണ്. 2 മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറഞ്ഞുകൊള്ളണം. എന്ത് വലിയൊരു ആശയമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. മറ്റേതെങ്കിലും ഒരു ദീനിൽ ഇത് കാണാൻ സാധിക്കുമോ? 2 ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടിയ അഭിവാദ്യം ഒരു ദീനിലുമില്ല ലോകത്ത്, നമ്മൾ അറിഞ്ഞിടത്തോളം ഒരു ദീനിലുമില്ല. ഇനി ഈ പറയുന്ന വാക്കെന്താണ്? അതൊരു ദുആയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് സലാമത്തുണ്ടാകട്ടെ, എല്ലാ അപകടങ്ങളിൽ നിന്നും, അത് ഭൗതികമോ മാനസികമോ ഏത് രൂപത്തിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷയുണ്ടാകട്ടെ എന്നാണ് പറയുന്നത്.
ഏത് സന്ദർഭത്തിലും പറയാൻ പറ്റുന്ന അഭിവാദ്യമാണ്. ഇപ്പൊ ബാക്കിയുള്ള അഭിവാദ്യങ്ങളൊക്കെ മനുഷ്യന്മാരുണ്ടാക്കി കുറെ ഗുഡ് മോർണിംഗും അത് ഇതൊക്കെ ഉണ്ട്. അത് മരിച്ചു വിട്ട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരാളോട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും പറയാൻ പറ്റും. വലിയ പ്രതിഫലമുള്ള ഒരു വാക്കാണ് സലാം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഒരു ദിക്റാണ്, ദുആയാണ്, അതിന് നമുക്ക് പ്രതിഫലമുണ്ട്. ഇങ്ങനെ പ്രതിഫലമുള്ള ഒരു കാര്യം, ഇത് പ്രതിഫലം ദുനിയാവിലായിരുന്നെങ്കിൽ, ഷെയ്ഖ് ഹുസൈൻ ഇതിന്റെ ശർഹയിൽ പറയാൻ, ഒരാൾ നമ്മോട് പറയാൻ, അദ്ദേഹം ദിർഹം എന്നാണ് പറഞ്ഞത്, നമ്മുടെ കണക്കിൽ ഒരു 10 രൂപ, ഒരാളെ കണ്ട് സലാം പറഞ്ഞാൽ ഒരു 10 രൂപ തരും എന്ന് പറഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായിരിക്കും സലാം പറഞ്ഞിട്ട്. അപ്പൊ സഹാബത്ത് അങ്ങനെയായിരുന്നു. സഹാബിമാർ രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടിയാല് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു മരത്തിന്റെ 2 ഭാഗത്തായി പോയാൽ, നടക്കുന്ന സമയത്ത് ഒരിടയിൽ ഒരു മരം വന്നു, ആ മരം കഴിഞ്ഞിട്ട് പിന്നെയും കണ്ടുമുട്ടിയാൽ വീണ്ടും സലാം പറയും. കാരണം അവർക്ക് ഇതിൽ യഖീനുണ്ടായിരുന്നു, ഇതിൽ പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യത്തിൽ. അപ്പോ സലാം വർദ്ധിപ്പിക്കാൻ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ശു സലാമ ബൈനക്കും, സലാം നിങ്ങൾ പ്രചരിപ്പിക്കുക. നമ്മളിപ്പോ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയാൽ, ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പോയാൽ നമ്മൾ അത് ശരിക്കും അനുഭവിക്കും. അവിടെ സലാം കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ ഒരു ആൾ കൂടുന്ന സ്ഥലത്ത് പോയാൽ സലാം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ആയിരിക്കണം. നമ്മൾ തമ്മിൽ കണ്ടാൽ നമ്മൾ പറയുന്ന സലാം പൂർത്തിയാക്കിയിട്ട് പറയൂല. അത് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു കാണിക്കാൻ പോലും എനിക്ക് നാണം തോന്നുന്നു. അങ്ങനത്തെ സലാമാണ് നമ്മൾ പറയാ. എന്താണ് പറഞ്ഞ 2-3 അക്ഷരങ്ങൾ കേൾക്കും. ഒരു സീന് ലാമ് മീമ് കേൾക്കും, ഇസ്ലാം. അതല്ല സലാം. അസ്സലാമു അലൈക്കും, ഇതൊരു ദിക്റാണ്. അതങ്ങനെ തന്നെ പറയണം. അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും സലാം, എല്ലാ അപകടങ്ങളിൽ നിന്നുള്ള സലാമത്ത് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. അതുപോലെ തന്നെ വഅലൈക്കും അസ്സലാം, അത് പൂർണ്ണമായി വൃത്തിയായി പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിക്റിനുള്ള പ്രതിഫലം നമുക്കുണ്ടായിരിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഇനി സലാമിന്റെ ഹുക്കം എന്താണ്? ഉലമാക്കൾ പറയുന്നത്, ചില ഉലമാക്കൾ പറയുന്നത് സലാം പറയുന്നത് തന്നെ വാജിബാണ്. കണ്ടുമുട്ടിയാൽ മുസ്ലിമായ ഒരാളെ കണ്ടാൽ സലാം പറയൽ വാജിബാണെന്ന് പറഞ്ഞ ഉലമാക്കളാണ്. പക്ഷെ അധികം ഉലമാക്കളും പറയുന്നത് സലാം പറയുന്നത് മുസ്തഹബാണ്, സുന്നത്താണ്, മടക്കൽ വാജിബാണ് എന്നാണ്. രണ്ടാമത്തേത് വൈദാ ദഅാക ഫഅജിബ്ഹു, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. ഒരു മുസ്ലിമായ മനുഷ്യൻ നമ്മെ ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചു, ആ ക്ഷണം സ്വീകരിക്കണം. അത് വിവാഹ സദ്യയാണെങ്കിൽ വാജിബാണെന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഒരാൾ കല്യാണത്തിന് വിളിച്ചാൽ പോകൽ നിർബന്ധമാണ് മുസ്ലിമാണെങ്കിൽ, നമുക്ക് വേറെ അപകടങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ തബക്കയിൽപ്പെട്ട, അവരുടെ ആ സ്റ്റാൻഡേർഡിൽപ്പെട്ട ആൾക്കാർ വിളിച്ചാൽ പോകും, ചിലപ്പോൾ വിളിച്ചിട്ടില്ലെങ്കിലും പോകും. പക്ഷെ കുറച്ച് താഴെക്കടയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ നോക്കാം പറ്റുമെങ്കിൽ, ഇതൊന്നും വലിയ ആൾക്കാർ വിളിച്ചാലും ഉണ്ടാവില്ല. അപ്പൊ നോക്കലൊന്നും ഉണ്ടാവില്ല, വളരെ സന്തോഷം, ഞാൻ എങ്ങനെയെങ്കിലും വന്നിരിക്കും, എങ്ങനെയായിരിക്കും. അതല്ല, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാനുള്ള യോഗ്യത മുസ്ലിമാണോ കാഫിറാണോ വിളിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നോക്കേണ്ടത്. കാഫിറാണെങ്കിൽ ഓക്കെ, ഞാൻ ഒഴിവുണ്ടെങ്കിൽ വരാം, കുഴപ്പമില്ല. പക്ഷെ മുസ്ലിമാണ് വിളിച്ചതെങ്കിൽ വാജിബ, ഒഴിവുണ്ടോ ഇല്ല എന്നുള്ളത്, അത് ഞാൻ ഇപ്പൊ പറഞ്ഞത് അന്യായമായിട്ടുള്ള വെറുതെ പറയുന്ന വാക്കിനെ കുറിച്ചാണ്. ന്യായമായിട്ട് ഒഴിവില്ലെങ്കിൽ വേറെ വിഷയം. മുസ്ലിമാണ് വിളിച്ചതെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ പോകൽ നിർബന്ധമാണ്. ഒഴിവുണ്ടാക്കി പോകാതിരിക്കൽ, ഒഴിവില്ലാതാക്കി പോകാതിരിക്കൽ എന്തല്ല, പാടില്ല, ഹറാമാണ്. അപ്പോ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക നിർബന്ധമാണ്. വിവാഹത്തിനാണെങ്കിൽ നിർബന്ധമാണ്. മറ്റുള്ള ക്ഷണങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. വൈദസ്തൻസഹക ഫൻസഹ് ലഹു, അടുത്തത്, ഒരാൾ നസീഹത്ത് ചോദിച്ചാൽ നസീഹത്ത് കൊടുക്കുക. ഒരു ഉപദേശം ചോദിച്ചു, ഒരു കച്ചവടം തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് ചെറിയ വെറുപ്പുള്ള ഒരാളാണെങ്കിൽ നല്ല തന്നെ ആയിക്കോട്ടെ, അവൻ കുഴിയിലേക്കാണ് ചാടുന്നത് നമുക്കറിയാം, വലിയ അബദ്ധമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവനോടൊരു താല്പര്യമില്ല, അവനൊരു നഷ്ടം വന്നാൽ നമുക്ക് വിഷമമില്ല. അങ്ങനത്തെ ആളാണെങ്കിൽ അവൻ ആ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുക, അത് ശരിയല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പഠനത്തെക്കുറിച്ച് ചോദിച്ചു, ഒരു സ്ഥാപനത്തെക്കുറിച്ച് ചോദിച്ചു, അപ്പൊ ഫൻസഹു, അവന് നസീഹത്ത് കൊടുക്കുക. നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് ഖൈറുണ്ടാകാൻ ആവശ്യമായ ഉപദേശം നൽകുക. അതുപോലെ തന്നെ വിവാഹാന്വേഷണമാണെങ്കിൽ ആ സമയത്ത് ഒരാളുടെ അയ്ബുകൾ, കുറ്റങ്ങൾ പറയുന്നത് പോലും ജായിസാണ്, അനുവദനീയമാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ട്, അപ്പോ എന്ത് ചെയ്യുക? നമ്മോട് ചോദിച്ചു ഇന്ന ചെക്കനെ പറ്റി എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ ഈ പെണ്ണിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കണം. അതാണ് നസീഹത്ത്. വൈദാ ആതസ ഫഹമിദല്ലാഹ ഫശമ്മിത്ഹു, ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളണം. അത് നിർബന്ധമാണ്. തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അങ്ങനെ പറഞ്ഞാൽ തിരിച്ചെന്ത് പറയണം? യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് തുമ്മിയാൾ പറയണം. വൈദാ മരിദ ഫഉദുഹു, രോഗിയായാൽ സന്ദർശിക്കണം. ഇപ്പൊ രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വാജിബാണ്, ഫർള് കിഫായിയാണ്. ആരെങ്കിലുമൊക്കെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. ഇപ്പൊ എത്രയോ പാവപ്പെട്ട ആൾക്കാർ, രോഗികൾ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടക്കുന്നുണ്ടാകും. അപ്പൊ അവരെയൊന്നും, മുസ്ലിം ആയിട്ടുള്ള രോഗിയാണ് കിടക്കുന്നതെങ്കിൽ, നമ്മൾ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ, ആരും സന്ദർശിച്ചിട്ടില്ലെങ്കിൽ, എവിടെയൊക്കെ വഴിവക്കിലും അവിടെ എവിടെയും ഹോസ്പിറ്റലിൽ ആൾക്കാർ ഒഴിവാക്കിയ നിലയിലൊക്കെ കിടന്ന് മരിച്ചു പോകുന്ന മുസ്ലിമുകളുണ്ട്.
നമ്മളൊക്കെ അതിന് കുറ്റക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കേസ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ സന്ദർശിച്ചിരിക്കണം. ഫൈദ മരിദ ഫഉദ്ഹു, രോഗിയെ സന്ദർശിക്കുമ്പോൾ ചില അദബുകളുണ്ട് എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. എന്താണ്? ആ രോഗിയുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കണം സന്ദർശിക്കുന്നത്. അയാൾക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് പോകരുത്, ഉറങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ അവിടെ കൂടുതൽ സമയം ഇരിക്കരുത്, ശല്യം ചെയ്യരുത്. അതുപോലെ അയാളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയരുത്. ചില ആൾക്കാർ രോഗികളുടെ അടുത്ത് പോയിട്ട് ഇതുപോലെയുള്ള രോഗം വന്നിട്ട് കഴിഞ്ഞ വർഷം ഒരാൾ മരിച്ചിട്ടുള്ളൂ, അയാൾ മരിച്ചപ്പെട്ട അനുഭവങ്ങളും ഇങ്ങനെയുള്ള ഈ രോഗിയുടെ രോഗം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും. അങ്ങനെ സംസാരിക്കരുത്. നേരെ മറിച്ച് മരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അങ്ങനെ തോന്നും അയാളുടെ അവസ്ഥ കാണുമ്പോൾ, അപ്പോ നമ്മുടെ ആ കഴിവ്, ഇയാളുടെ അവസ്ഥ കണ്ടിട്ട് ആ മരണം പ്രവചിക്കാനുള്ള കഴിവോടെ പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. നേരെ മറിച്ച് അയാൾക്ക് ആവശ്യമുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. വസിയത്തിനെ കുറിച്ച്, ഇസ്തിഗ്ഫാറിനെ കുറിച്ച്, ദിക്ർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇനി ചില രോഗികൾ അവരുടെ ആയുസ്സെത്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സ് തകർന്നു പോയി, അവർ ചിലപ്പോ മാനസിക നില തെറ്റുന്ന അവസ്ഥയിലായിരിക്കും. അവരോട് എന്ത് ചെയ്യാൻ? പൊതുവായ വാക്കുകൾ ഉപയോഗിച്ച് പറയാം. മരിക്കാനായിട്ടുണ്ടെന്ന് പറയാതെ എല്ലാ സമയത്തും നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണമല്ലോ, ദിക്ർ വേണമല്ലോ, ഖുർആൻ ഓതണമല്ലോ എന്നൊക്കെ പറയാം. നേരെ മറിച്ച് മനസ്സിന് ഉറപ്പുള്ള ആളാണെങ്കിൽ അയാളോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. വസിയത്ത് ചെയ്യാനും അതുപോലെ തന്നെ തൗബ ചെയ്യാനും ഇങ്ങനെ മരണസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇതാണ് രോഗിയോടുള്ള ബാധ്യത. വഇദാ മാത ഫത്ബഅഹു, ഇനി മരിച്ചു കഴിഞ്ഞാലോ ഒരു മുസ്ലിമിനോടുള്ള ഹക്ക് അപ്പോഴും തീരുന്നില്ല. അവന്റെ ജനാസ പിന്തുടരുക. അവനെ ഖബറിൽ വെക്കുന്നത് വരെ നമുക്ക് അവനോട് ബാധ്യതകൾ. അപ്പൊ ജനാസ പിന്തുടരുക എന്നുള്ളതും നിർബന്ധമാണ്. കുറച്ച് ആളുകൾ ചെയ്യേണ്ട ഫർള് കിഫായി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ജനാസ പിന്തുടരുമ്പോഴും ചില മര്യാദകളുണ്ട്. ഉലമാക്കൾ പറയുന്നത് സംസാരിക്കുകയും അതുപോലെ ചിരിക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല. ജനാസ പിന്തുടരുമ്പോ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. അല്ലെ, ഈ മനുഷ്യന്റെ ദുനിയാവ് കഴിഞ്ഞു, ആഖിറത്തിലേക്ക് അയാൾ പ്രവേശിച്ചു. ഇതുപോലെ നമുക്കും ഒരു ദിവസമുണ്ട്. ദുനിയാവ് എന്ന ആ ഘട്ടം കഴിഞ്ഞ് ആഖിറത്ത് എന്നുള്ള ഘട്ടം തുടങ്ങുന്ന ഒരവസ്ഥ. ഈ ഖബറിലേക്ക് കൊണ്ടുപോയി ആ ഖബറിൽ വെക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. നമ്മോട് ഏറ്റവും അടുത്തിടപഴകിയിരുന്ന, നമ്മെ ഏറ്റവും സ്നേഹിച്ചിരുന്ന, നമ്മൾ സ്നേഹിച്ചിരുന്ന ആളുകളാണ് നമ്മൾ ഖബറിൽ വെച്ച് തിരിച്ചു വരാൻ പോകുന്നത്. നമ്മളും നമ്മുടെ അമലുകൾ മാത്രം അവിടെ ബാക്കിയാവും. അപ്പൊ ഇതുപോലൊരു രംഗം നമുക്ക് വരാനുണ്ട് എന്ന് ചിന്തിക്കാനുള്ള അവസരമാണ് ജനാസയെ പിന്തുടരുമ്പോൾ. ആ ചിന്തയോടുകൂടി ആയിരിക്കണം ജനാസയെ പിന്തുടരുക. ഈ 6 കാര്യങ്ങളാണ് ഒരു മുസ്ലിമിനോടുള്ള ഹക്കുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതേ ഹദീസ് തന്നെ, അല്ലെങ്കിൽ ഈ ആശയത്തിൽ തന്നെ വന്നിട്ടുള്ള ഹദീസുകളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി, ഈ 6 അല്ലാത്ത ചില കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചതായി കാണാൻ പറ്റും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിവായത്തിൽ കാണാം, വ ഇബ്റാഇൽ മുഖ്സിം, സത്യം ചെയ്തവന്റെ സത്യം പൂർത്തീകരിക്കുക. എന്താ അത് പറഞ്ഞാല്? അത് അറബികൾക്കിടയിൽ കാണാൻ പറ്റുന്ന ഒരു സ്വഭാവമാണ്. എന്ത് ചെയ്യും? അവർ സത്യം ചെയ്യും. ഇപ്പൊ ഒരു കാര്യം നമ്മൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഒരു കാര്യം നിർബന്ധിക്കുമ്പോൾ അവരെന്താ ചെയ്യുക? നിർബന്ധിച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവസാനം വല്ലാഹി നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലങ്ങനെ പ്രയോഗമില്ല, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് നിറവേറ്റി കൊടുക്കണം. അള്ളാന്റെ പേരിൽ സത്യം ചെയ്തിട്ട് പറഞ്ഞാൽ. ഇപ്പൊ അവര് ഒരു ഗസ്റ്റ് ഒക്കെ വന്നാൽ, അറബികൾ ശേഖ് ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട്, ഗസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും? വീട്ടുകാരനോട് പറയും. സാധാരണ അവര് ഗസ്റ്റ് വന്നാൽ ആടിനെ അറക്കുക എന്നുള്ളത് അവരെ മര്യാദയാണ്. അപ്പൊ വല്ലാഹി ലാ തദ്ബഹ്, നീ അറക്കരുത്, ഞാൻ അള്ളാന്റെ പേരിൽ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാല് പിന്നെ അറക്കാൻ പാടില്ല. നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെങ്കിൽ, അതുകൊണ്ട് ഉപദ്രവമില്ലാത്ത കാര്യമാണെങ്കിൽ സത്യം ചെയ്ത് പറഞ്ഞാൽ നിറവേറ്റി കൊടുക്കണം. ഒരു കാര്യം നമ്മൾ ചോദിക്കുകയാണ്, നമ്മുടെ കയ്യിലുള്ള പണം അത് കൊടുത്തുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല, അങ്ങനെയുള്ളൊരു സംഖ്യയാണ്. അയാൾ ചോദിക്കണം, വല്ലാഹി നീ ഇന്ന ആവശ്യത്തിന് ഇത്ര പണം തരണം എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം. അപ്പൊ അതാണ് ഇബ്റാ ഉൽ മുഖ്സിം, സത്യം ചെയ്തവന്റെ സത്യം പൂർത്തീകരിക്കുക. പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അവൻ കഫാറത്ത് ചെയ്യേണ്ടി വരും. 3 ദിവസം നോമ്പ് നിൽക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക, ഇതുപോലെ അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 10 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക. അതിന് സാധിക്കുകയില്ലെങ്കിൽ 3 ദിവസം നോമ്പ് നിൽക്കുക. ഈ കഫാറത്ത് ചെയ്യേണ്ടി വരും സത്യം ചെയ്ത ആൾ. അപ്പൊ അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. ഇനി 2 ആൾ സത്യം ചെയ്താലോ? ഒരാൾ വീട്ടിൽ വന്നിട്ട് പറയണം വല്ലാഹി അറക്കരുത്, വീട്ടുകാരൻ പറഞ്ഞു വല്ലാഹി ഞാൻ അറക്കും, ഇങ്ങനെ പറഞ്ഞാലോ? അപ്പൊ ആദ്യം സത്യം ചെയ്ത ആളെ കാര്യമാണ് അവിടെ പരിഗണിക്കേണ്ടത്. വീട്ടുകാരന് അറക്കാൻ പാടില്ല. അതുപോലെ അടുത്തത് ഈ ഹദീസിൽ അധികമായി വന്നിട്ടുള്ളത് ഇബ്റാറിൽ മുഖ്സിം വനസ്രിൽ മദ്ലൂം, മദ്ലൂമിനെ സഹായിക്കുക. അപ്പൊ അത് നിർബന്ധമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, മുസ്ലിമായ ഒരാൾക്കെതിരെ ഒരു ദുൽമ നടക്കുന്നുണ്ടെങ്കിൽ സഹായിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ വാജിബാണ്. നമ്മുടെ അടുത്ത് നിന്ന് ഒരാളെ അടിക്കുന്നുണ്ട് വേറൊരാൾ, നമുക്ക് തടയാൻ കഴിയുമെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ തടയൽ വാജിബാണ്. അതുപോലെ അവന്റെ അഭിമാനം, ഒരാളെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലയ്ക്ക് ഇരിക്കാൻ പാടില്ല. നമ്മളൊരു സുഹൃത്തിനെ കുറിച്ച് ഒരാൾ കുറ്റം പറയാണ്, അപ്പോ മറുപടി പറയണം. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ദബ്ബ അൻ ഇർളി അഖീഹി ദബ്ബല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ. ആരാണോ സ്വന്തം സഹോദരന്റെ മുഖം അഥവാ അവന്റെ അഭിമാനം പ്രതിരോധിക്കുന്നത്, ദബ്ബല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ, അല്ലാഹു ഖിയാമത്ത് നാളിൽ
ഇവന്റെ മുഖത്ത് നിന്ന് നരകത്തെ അകറ്റും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ദുൽമ് തടയുക എന്നുള്ളതും ഇതിലധികമായി വന്നിട്ടുണ്ട്. അതുപോലെ വനഹാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് അൻ ഖവാതീമി അദ്ദഹബ് അൻ ഖവാതീമ ഔ തഖത്തുമിൻ ബിദ്ദഹബ്, സ്വർണം കൊണ്ട് മോതിരം അണിയുന്നത്, വഅൻ ശുർബി ബിൽ ഫിദ്ദ, വെള്ളിപ്പാത്രത്തിൽ കുടിക്കുന്നത്, വഅനിൽ മയാസിരിൽ ഹുംരി, അതുപോലെ തന്നെ പട്ടുകൊണ്ടുള്ള ഇരിപ്പിടം, ഒട്ടകപ്പുറത്തൊക്കെ ഇരിക്കാൻ വേണ്ടി പട്ടുകൊണ്ടുള്ള സീറ്റ് ഉപയോഗിക്കുന്ന വിലക്കിയിട്ടുണ്ട്. വഅനിൽ ഖസിയി, ഖസി എന്ന് പറഞ്ഞാൽ പട്ടുകൊണ്ടുണ്ടാക്കുന്ന, പട്ടും മറ്റു വസ്തുക്കളും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു വസ്ത്രമാണ്, അതിന് വിശ്വാസം വിലക്കിയിട്ടുണ്ട്. വഅൻ ലുബ്സിൽ ഹരീർ, അതുപോലെ തന്നെ പട്ട്, ശരിയായ പട്ടുവസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. അപ്പൊ ഈ ഹദീസിൽ പ്രസക്തമായ ഭാഗം എന്താണ്? മുസ്ലിമിനോടുള്ള 6 ഹക്കുകൾ അത് ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹക്കുകളൊക്കെ ഒരു മുസ്ലിമിന്റെ പവിത്രതയാണ് കാണിക്കുന്നത്. ഇത്രയും അവകാശങ്ങൾ മുസ്ലിമായി ജനിച്ച അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കുന്ന ഓരോ മനുഷ്യനോടും നമുക്കുള്ളതാണ്. ഇത് നിറവേറ്റണം. അതുപോലെ തന്നെ നേരത്തെ കണ്ട ഹദീസുകൾ നമ്മൾ വായിച്ചതുപോലെ തന്നെ ഓരോ മുസ്ലിമിന്റെയും അഭിമാനവും സമ്പത്തും രക്തവും മറ്റെല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു ഹറാമാക്കിയിട്ടുള്ളതാണ്. ഈ പവിത്രതകളൊക്കെ, ഹുറുമാത്തുകളൊക്കെ ആദരവോടെ സൂക്ഷിക്കാൻ, അത് ഹനിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെയും ഹക്ക് അപഹരിച്ച സ്ഥിതിയിൽ മരിച്ചു പോകാനുള്ള അവസ്ഥ നമുക്ക് വരുത്താതിരിക്കട്ടെ. നമ്മുടെ അടുത്ത് പറ്റിപ്പോയ തെറ്റുകളൊക്കെ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു വസല്ലം വബാരിക് അലാ അബ്ദിക വറസൂലിക നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.